ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. രാധേശ്യാം ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിപ്രഷൻ മാറ്റാനുള്ള വഴികളെക്കുറിച്ച് പറയാനാണ്. ആദ്യം തന്നെ ഡിപ്രഷൻ ഇന്ന് മിക്കവാറും ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് എന്നും ഇതൊരു തീരാ ശാപമോ മാറാരോഗമോ അല്ല എന്നും മനസ്സിലാക്കുക. മിക്കവാറും ആൾക്കാർക്ക് കുറ്റബോധം കാരണമാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകുമെന്ന് ചിന്തിക്കുക. നമുക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, നമുക്ക് ജീവിതത്തിൽ മുന്നേറി വിജയിക്കണം എന്ന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 30-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ കൃഷ്ണാവബോധത്തിലേക്ക് കടന്നാൽ പിന്നെ അയാളെ സാധുവായി കാണണമെന്ന്. ഒരു തെറ്റ് ആർക്കും പറ്റും, പക്ഷേ അത് ആവർത്തിക്കുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. എന്ന് വച്ച് കൃഷ്ണാബോധം തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസായി കാണരുത്. ഭഗവാൻ ഉദ്ദേശിച്ചത് കുറ്റബോധം പേറി നടന്ന് ഡിപ്രഷനിൽ പോയി ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ ഭഗവാന്റെ നാമമായ നാരായണ നാരായണ എന്നോ ഹരേ കൃഷ്ണ മഹാമന്ത്രമോ ജപിച്ച് ആ തെറ്റിൻ്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവന്ന് നിങ്ങൾ നല്ല മൂല്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ്. ഇനി ഡിപ്രഷൻ മാറ്റാനുള്ള വേറെ ഒരു 19 വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തത്, ദൈവത്തിൽ വിശ്വസിക്കുക. 2, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. 3, സ്വയം സ്നേഹിക്കുക. 4, മറ്റുള്ളവരെ സ്നേഹിക്കുക. 5, സ്വയം വില നൽകുക. 6, മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ട് ആവുന്ന സഹായം ചെയ്യുക. 7, സ്വയം സന്തോഷിക്കുക. 8, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. 9, ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം നിത്യവും ജപിക്കുക. 10, വീട്ടിലായാലും നന്നായി അണിഞ്ഞൊരുങ്ങുക, പുതിയ വസ്ത്രം ധരിക്കുക. 11, മനഃപൂർവ്വം സംസാരം പോസിറ്റീവാക്കുക. 12, നമ്മുടെ കുറ്റം മാത്രം പറയുന്ന ആൾക്കാരിൽ നിന്നും ഒരു ഹെൽത്തി ബൗണ്ടറി വയ്ക്കുക. 13, നമുക്ക് ഏതിലാണോ കഴിവ് ആ കഴിവിനെ സമയം കിട്ടുമ്പോഴൊക്കെ മെച്ചപ്പെടുത്തി എടുത്ത് പറ്റുമെങ്കിൽ ഒരു വരുമാനമാർഗമാക്കി അതിനെ മാറ്റുക. 14, ഒന്നിനെ പറ്റിയും അമിതമായി ചിന്തിക്കാതിരിക്കുക. 15, കുട്ടികളോട് കൂടുതൽ അടുക്കുക. 16, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ എണ്ണുക. 17, നമ്മുടെ ദുഃഖത്തേക്കാൾ ഇരട്ടി ദുഃഖമുള്ളവരും ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കി പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. 18, ബീഥോവൻ, ഹെലൻ കെല്ലർ എന്നിവരെ പോലെ സ്വന്തം കുറവുകളെ വകവയ്ക്കാതെ ജീവിതത്തെ ഒരു ഭാരമായി കാണാതെ ചരിത്രത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മൂല്യമുള്ള വ്യക്തികളായി മാറിയവരെ പറ്റി ചിന്തിക്കുക. 19, ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുന്നവർ എല്ലാം തികഞ്ഞവരല്ലല്ലോ എന്ന് ചിന്തിച്ച് സ്വയം സമാധാനിക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സമാധാനം കിട്ടിയെന്നറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാകും. ഞാനീ പറഞ്ഞ 19 പോയിൻറ്റ്സിൽ ഒരു 10 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ജീവിതകഥ സുന്ദരമാക്കി മാറ്റി എഴുതാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഓരോ 35 മിനിറ്റിലും ശരാശരി ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. ഓരോ 125 മിനിറ്റിലും ശരാശരി ഒരാൾ മാനസിക രോഗിയാവുന്നു. ഈ ആത്മഹത്യകളിൽ മിക്കവാറും മാനസിക രോഗമെന്ന ദുഃഖാവസ്ഥകളിൽ പലതും ഈ മനുഷ്യർക്ക് മതത്തിലും പ്രാർത്ഥനയിലും ലഭിക്കുന്ന സാന്ത്വനത്തിലൂടെയും സമാധാനത്തിലൂടെയും ഒഴിവാക്കാമായിരുന്നു. ജീവിതത്തിന് അവസാന ആശ്രയമായി ഒരു മതപരമായ കാഴ്ചപ്പാട് ഉണ്ടാവണം. ഏതോ ഒരു പോയിന്റിൽ അവർ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ് ഓരോരുത്തരും രോഗികളാവുന്നത്. തൻ്റെ മതപരമായ കാഴ്ചപ്പാട് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ആരും തന്നെ പൂർണ്ണമായും സുഖപ്പെട്ടിട്ടില്ല. മനുഷ്യന് ജീവിക്കുവാനുള്ള ശക്തികളിൽ ഒന്നാണ് ദൈവവിശ്വാസം. അതിൻ്റെ പൂർണ്ണമായ അഭാവം പരാജയമാണ്.
ബുദ്ധന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും മഹാനും മാർഗദർശകനുമായ മഹാത്മാഗാന്ധിക്ക് പ്രാർത്ഥനയുടെ ശക്തി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം തകർന്നു പോയേനെ. കാരണം ഗാന്ധി തന്നെയാണ് അത് പറഞ്ഞത്. പ്രാർത്ഥനയില്ലെങ്കിൽ ഞാൻ എന്നേ ഒരു ഭ്രാന്തനായി മാറിയേനെ എന്ന്. ജീവിതത്തിലെ പോരാട്ടങ്ങൾക്കായി സ്വയം പൊരുതുന്നതിനു പകരം പരമമായ ഒരു ശക്തിയിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മാനസിക രോഗാശുപത്രികളിൽ ഇപ്പോൾ അലറി വിളിച്ചു കൊണ്ടിരിക്കുന്നതും യാതന അനുഭവിക്കുന്നവരുമായ ആയിരക്കണക്കിന് മനുഷ്യരെ രക്ഷിക്കാമായിരുന്നു. നാം നിരന്തരമായി ബുദ്ധിമുട്ടുകയും നമ്മുടെ സ്വന്തം ശക്തിയുടെ പരിധിയിലെത്തുകയും ചെയ്യുമ്പോൾ നമ്മളിൽ പലരും തീവ്ര നൈരാശ്യത്തിൽ ദൈവത്തിലേക്ക് എത്തുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിലേക്ക് എത്താൻ ഡിപ്രഷൻ വരുന്നത് വരെ കാത്തു നിൽക്കേണ്ട. അത് വരുന്നതിന് മുമ്പേ തന്നെ നാമജപം ഒരു ശീലമാക്കൂ. നമ്മൾ നല്ല വ്യക്തിയാവുന്നതിൻ്റെ കൂടെ ചുറ്റുമുള്ളവരിലും മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വന്ന് ലോകം നിങ്ങളെ അഭിമാനത്തോടെ ഓർക്കട്ടെ. നിങ്ങൾ മരിച്ചുപോയാൽ പോലും നാളത്തെ തലമുറ നിങ്ങളെ ഒരു ദൈവദൂതനായി കാണട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.